ക്യാൻസർ രോഗികൾക്ക് വരുന്ന ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ മാനസികമായ സമ്മർദ്ദം ഉണ്ടാവും, പിന്നെ ഡിപ്രഷൻ ഉണ്ടാവും, പിന്നെ അവർക്ക് ഇപ്പോൾ നെക്സ്റ്റ് ഇനി എന്താ ചെയ്യണമെന്ന് അങ്ങനത്തെ കുറച്ച് ലൈഫിൽ ഒരു ഹോപ്പ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ എക്സാമ്പിൾ അത് ആ രീതിയിലുള്ള പേഷ്യൻസിനെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? എനിക്ക് ആദ്യമായിട്ട് ഈ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രോഗികളുടെ ആ മാനസികാവസ്ഥയോട് പറയാനുള്ളത്, കാലഘട്ടം പുരോഗമിച്ചു. ഇപ്പോൾ ഏതൊരു ക്യാൻസറിനും ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. ഒരു 10 വർഷം മുമ്പുള്ള സിനാരി വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാൻസറിന് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഇനി ഒരു തിരിച്ചു വരവില്ല എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എല്ലാ തരം ക്യാൻസറുകൾക്കും ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. ഏർലി ഡയഗ്നോസിസ് അവൈലബിൾ ആണ്. ഏർലി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യം നമുക്ക് നിലവിലുണ്ട്. അതുപോലെ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലും ട്രീറ്റ് ചെയ്യാമെന്നൊരു അവസ്ഥ എന്ന് സംജാതമാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അവരുടെ ഈ പേഷ്യൻസിനോട് പറയുന്നത്, കോൺഫിഡന്റോടെ ഈ ഡിസീസിനെ മീറ്റ് ചെയ്യുക എന്നതാണ്. ഒരു പേഷ്യന്റ് ആത്മവിശ്വാസവും അല്ലെങ്കിൽ പേഷ്യന്റ് പോസിറ്റീവ് റെസ്പോൺസും ആണ് ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ഘടകം. നമുക്ക് തന്നെ അറിയാം, ഇന്നസെന്റ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫിലിം ആക്ടർ, പുള്ളി ആ ക്യാൻസറിനെ വളരെ കോൺഫിഡന്റ് ആയിട്ട് മീറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. യുവരാജ് സിംഗ് അതേപോലെ ക്യാൻസറിനെ വളരെ കോൺഫിഡന്റ് ആയിട്ട് മീറ്റ് ചെയ്യുകയും ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വീണ്ടും കളിക്കളത്തിലേക്ക് തിരിച്ചു വരികയും എന്ന വ്യക്തിയാണ്. മമത മോഹൻദാസ്. നമുക്ക് ധാരാളം എക്സാമ്പിൾസ് നമ്മുടെ സൊസൈറ്റിയിൽ കാണിക്കാൻ കഴിയും. ഇതുപോലെ കോൺഫിഡന്റ് ആയിട്ട് മീറ്റ് ചെയ്ത് സക്സസ് ആയിട്ടുള്ളവരോട് സാധാരണക്കാരും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പക്ഷെ എപ്പോഴാണോ നമ്മുടെ ആ കോൺഫിഡൻസ് ലെവൽ നഷ്ടമാകുന്നത്, അല്ല ഇനി ഒരു പോസിറ്റീവ് ട്രീറ്റ്മെന്റിലേക്ക് പോകാതിരിക്കുന്നത്, അവിടെയാണ് ഈ മിസ്റ്റേക്സ് ഉണ്ടാവുന്നത്. നമുക്ക് അങ്ങനെ ഒരു ലക്ഷണം തോന്നിക്കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത്, ഇപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഒരു ക്യാൻസർ ലക്ഷണങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പേടി കാണിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ പുറത്ത് പറയാതിരിക്കുക, അല്ലെങ്കിൽ പ്രോപ്പർലി ഡയഗ്നോസ് ചെയ്യാതിരിക്കുക, സ്ക്രീനിങ് ടെസ്റ്റസ് കണ്ടക്ട് ചെയ്യാതിരിക്കുക, ഇതാണ് ഇന്നും നടന്നു വരുന്ന പ്രവണത. ഡയഗ്നോസ് ചെയ്താണെങ്കിലോ എന്നുള്ള പേടിയാണ്. അതിനെ ഒഴിവാക്കി കൃത്യമായി ഏർലി ഡയഗ്നോസ് ചെയ്യുകയും, അങ്ങനെ ഒരു ഡിസീസ് ആണെങ്കിൽ പോലും പോസിറ്റീവായിട്ട് അതിനോട് അപ്രോച്ച് ചെയ്യുകയും കോൺഫിഡന്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും തിരിച്ചു വരാൻ കഴിയും.